എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പറയുന്നു ഇവർ നിരപരാധികളാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഛത്തീസ്ഗഡില് 2 കന്യാസ്ത്രീകളെ അവിടുത്തെ നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. തൂക്കിക്കൊന്നിട്ടൊന്നുമില്ലല്ലോ, അറസ്റ്റ് ചെയ്യുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു. ഈ കേസെടുക്കുന്നത് വളരെ വ്യക്തമായി അതിലൊരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാതെയാണ് ഇവർ എന്നെ കൊണ്ടുപോകുന്നത്. അത് മതി. ഒരു പെൺകുട്ടി ഇതിൽ പറയുന്നു എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ ഇവർ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഇവിടത്തെ പ്രമുഖ മലയാള ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം, ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം വന്നതാണ് ഈ പെൺകുട്ടിയുടെ ഈ പറയുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലല്ല, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സംഭവിച്ചാലും പോലീസ് കേസെടുക്കും. ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അങ്ങനെ വളരെ വളരെ സ്വാഭാവികമായ ഒരു ക്രൈം എന്നുള്ളതിന്റെ പേരിലാണ് കേസെടുത്തത്. കേസെടുത്തു കഴിഞ്ഞപ്പോൾ ഈ 2 ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, ഇവരെ കസ്റ്റഡിയിലാക്കുന്നു, ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നു. ഇതിലും യാതൊരു എന്താ പറയാ, ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുകയാണ് ഇവര് നിരപരാധികളാണ്, ഈ 2 കന്യാസ്ത്രീകളും നിരപരാധികളാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഈ 2 കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് പറയാൻ ഇവിടുത്തെ BJP-കാരും ഇവിടുത്തെ CPM-കാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ലീഗുകാരും ഇവിടുത്തെ സുഡാപ്പിക്കാരും ഇവരൊക്കെ ഇവിടുത്തെ സുപ്രീം കോടതിയാണോ? ഇവരാണോ വിധി കൽപ്പിക്കേണ്ടത്? ഈ 2 കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഇവിടുത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണോ? കേരളം കഴിഞ്ഞ 9 ദിവസമായി പത്രങ്ങൾ മുഴുവനും ഈ ടെലിവിഷൻ ചാനലുകൾ മുഴുവനും രാഷ്ട്രീയ പാർട്ടിക്കാര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവദാസികളെ, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ എന്താ പറയാ ഈ കൂട്ടിലാക്കി അല്ലെങ്കിൽ ജയിലിലാക്കി എന്നുള്ള തരത്തിലേക്കാണ് ഇവർ പറയുന്നത്. കന്യാസ്ത്രീ അവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ കന്യാസ്ത്രീകൾ ചെയ്യേണ്ടത് എന്താണ്? കന്യാസ്ത്രീകൾ അവരെ ഒരു അഭിഭാഷകനെ വെച്ചിട്ട് അവർ വാദിക്കണം. അവർ നിരപരാധികളാണെന്ന് വിചാരിക്കാം. ഈ 2 കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് വെക്കട്ടെ, അവരൊരു കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അതാണ് അവസ്ഥയെങ്കിൽ, അങ്ങനെയാണ് ശരിയെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരൊരു അഭിഭാഷകനെ വെച്ച് അവർ വാദിക്കണം, കോടതിയിൽ വാദിക്കണം, തെളിവുകൾ നിരത്തണം, തങ്ങൾ നിരപരാധികളാണെന്ന് സ്ഥാപിക്കണം. അങ്ങനെയല്ലേ ചെയ്യുക? അതല്ലേ നിയമത്തിന്റെ വഴി. ഈ കന്യാസ്ത്രീകളായതുകൊണ്ട് ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഇവരാരപ്പ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ BJP-കാരും സുഡാപ്പികളൊക്കെയാണോ തീരുമാനിക്കേണ്ടത്? ഇവിടെ എന്നാ പിന്നെ കോടതികൾ എന്തിന്? പോലീസ് എന്തിന്? നീതിന്യായ സംവിധാനങ്ങൾ എന്തിന്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും രാഷ്ട്രീയ നേതാക്കന്മാരെ കൂടി ഇന്നായിട്ട് തീരുമാനിക്കുക ഇവർ നിരപരാധികളാണോ? ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരൊന്നും കുറ്റം ചെയ്യില്ല. വേടന്റെ മാതിരി കറുത്ത തൊലിയുള്ള ആൾക്കാരും കഞ്ചാവോളികളുമാണെങ്കിൽ അവരൊന്നും കുറ്റം ചെയ്യില്ല. പിന്നെ ആരെ കുറ്റം ചെയ്യുക? ഇവിടുത്തെ സവർണ ഹിന്ദുക്കൾ മാത്രമാണ് കുറ്റം ചെയ്യുക? അല്ലെ, മനസ്സിലാവാനായിട്ട് ചോദിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും എന്താണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ദയവായിട്ടൊന്ന് പ്രതികരിക്കുക. ഇത് കഴിഞ്ഞ മലയാള മനോരമയായിട്ട് മാതൃഭൂമിയുടെ എല്ലാ പത്രങ്ങളും ദേശാഭിമാനിയാണെങ്കിൽ ഇത് ഉറഞ്ഞു തുള്ളുകയാണ്. BJP സർക്കാർ 2 കന്യാസ്ത്രീകളെ ഇതാ പിടിച്ച് മൂക്കിൽ വലിച്ചു കയറ്റുന്നു. ഇതേ സംഭവം പിണറായി വിജയന്റെ കീഴിൽ നടന്നപ്പോൾ ഇവരാരും വേണ്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ്. 2022 ഇതേ സമാനമായ സംഭവം കേരളത്തിൽ ഉണ്ടായപ്പോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഈ കന്യാസ്ത്രീകളെ വിട്ടയക്കണം എന്നും പറഞ്ഞുകൊണ്ട് കോലാഹലം ഉണ്ടാക്കിയിട്ടില്ല. BJP-കാര് പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളോടുള്ള സ്നേഹമല്ല. ഈ തലക്ക് വെളിവുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും. ഇത് പക്ഷെ ആരും പ്രകടിപ്പിക്കുന്നില്ല, എല്ലാവർക്കും പേടിയാണ്. ഇതിങ്ങനെ ഭയങ്കര അശ്ലീലം, തോന്നിവാസം എന്നല്ല അതിനെന്താ പറയാ. നേരത്തെ പറഞ്ഞ പോലെ 2 വാദങ്ങളെ പറയാനുള്ളൂ. കന്യാസ്ത്രീകളെ അറസ്റ്റിലായി, 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായി. വെറുതെ പിടിച്ച് അറസ്റ്റിലായിട്ടതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ശക്തമായ മൊഴി ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി തെറ്റായ മൊഴിയാണെങ്കിൽ ഈ കന്യാസ്ത്രീകൾ അവരുടെ അഭിഭാഷകനെ വെച്ച് വാദിച്ച് കോടതിയിൽ വാദം നടക്കുമ്പോൾ അവരുടേതായ വാദമുഖങ്ങൾ നിരത്തി അപ്പോൾ കോടതി തീർച്ചയായും ഇവരെ വിട്ടയക്കും. അങ്ങനെയല്ലേ ചെയ്യുക? അതിന് പകരം ബ്രിട്ടാസും അല്ലെങ്കിൽ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറും അല്ലെങ്കിൽ ഇവിടുത്തെ VD സതീശനും ഒക്കെയാണോ തീരുമാനിക്കുന്നത്? ഇവരാണോ വിധി കൽപ്പിക്കേണ്ടത്? ഇപ്പൊ ഏതായാലും ഇവർക്ക് ജാമ്യം കിട്ടി. ഇവർ അമിത്ഷാന്റെ അടുത്ത് പോകുന്നു.
അമിത്ഷായോട് പറയുന്നു ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി സഹായിക്കണം. അങ്ങനെ അമിത്ഷാ ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുന്നു. അതായത് ഈ കേസ് കോടതിയിൽ വരുമ്പോ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യരുത്, പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്ന് പറയരുത്, പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്ന് പറയരുത്, ജാമ്യം കൊടുക്കരുത് എന്ന് പറയരുത്, ജാമ്യം കൊടുക്കണം. ഇത് അമിത്ഷാക്ക് എന്ത് കാര്യം? അമിത്ഷാ ആണോ എല്ലാ കോടതിയിലും പോയി ഇങ്ങനെ കാര്യങ്ങൾ കോടതികളോട് പറയും? എന്ത് നാണക്കേടാണിത്? ഇവിടെ BJP ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, എല്ലാവരും താനി തോന്നിയാസനം ചെയ്തത്. എല്ലാവരും. ഇതിനൊക്കെ കാരണം എന്തെന്നറിയോ? ഇതിനൊക്കെ കാരണം 10 വോട്ട്. BJPക്കാർക്ക് ആവശ്യം ഈ കന്യാസ്ത്രീകളോട് കണ്ണീരൊഴുക്കിയില്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവനും ഇവരോട് ഇപ്പോൾ കാണിക്കുന്ന ഈ സഹതാപം, അല്ലെങ്കിൽ ഇവരോട് ഇപ്പോൾ കാണിക്കുന്ന ഈ അടുപ്പം അങ്ങോട്ട് മാറ്റും എന്നാണ് ഈ BJPക്കാരുടെ ഒരു വിശ്വാസം. BJPക്കാർ കരുതിയത് അങ്ങനെയാണ്. അതാണ് ഉടനെ പറയുന്നത് കന്യാസ്ത്രീകൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ എന്ത് തെളിവാണുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ എന്ത് ബോധ്യമാണുള്ളത് ഈ 2 കന്യാസ്ത്രീകൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന്? ഛത്തീസ്ഗഡില് മതം മാറ്റം നടക്കാറില്ലേ? ഒന്നുമില്ലേ? അവിടെ കോൺഗ്രസ്സുകാർ പറയല്ലോ, അവിടുത്തെ കോൺഗ്രസ്സുകാർ വേണ്ടിയിട്ടില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാരെ, അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ്സുകാർ വേണ്ടിയിട്ടില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് അറിയാം. കാരണം കോൺഗ്രസ്സുകാരാണല്ലോ ഈ നിയമം കൊണ്ടുവന്നത്. ഇത്രയും കാലം അവിടെ ഭരിച്ചത് കോൺഗ്രസ്സുകാരാണല്ലോ. അപ്പൊ ഛത്തീസ്ഗഡിൽ എത്രമാത്രം മതം മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം, BJPക്കാർക്കും നന്നായിട്ട് അറിയാം അവിടെ മതം മാറ്റം നടക്കുന്നുണ്ടെന്ന്. പക്ഷേ മതം മാറ്റം നടക്കുന്നു എന്നും നിർബന്ധിത മതം മാറ്റത്തിന്റെ പേരിലാണ് ഇവർ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വികാരം വ്രണപ്പെടും. അവരടുത്ത വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പുകൾ BJPക്ക് വോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ വോട്ട് കൊടുക്കാതിരിക്കും എന്നാണ് അവരുടെ പേടി. ഇനി മറ്റേ 2 എണ്ണം, ഏത് LDFും UDFും, അവരുടെ താല്പര്യം എന്താണ്? ഇതെങ്ങനെയെങ്കിലും കോളാക്കണം. കാരണം ഈ കന്യാസ്ത്രീകളെ BJP ഗവൺമെന്റ്, ഛത്തീസ്ഗഡിലെ BJP സർക്കാർ, കേന്ദ്രത്തിലെ BJP സർക്കാർ ഈ 2 പാവം കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആർക്കും കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ന്യൂനപക്ഷ വേട്ടയാണ് എന്ന് പറഞ്ഞിട്ട് BJPയോട് ഒരു ശത്രുത ഇവിടെ ഉണ്ടാവണം. ഇതിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കളിച്ചത് സുഡാപ്പികളാണ് കേട്ടോ. സുഡാപ്പികൾക്ക് താല്പര്യം എന്താണ്? ഇവിടെ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ന്യൂനപക്ഷ വേട്ട നടത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് ഇവർക്ക് വീണ്ടും തെളിയിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഇവരും പരിശ്രമിച്ചു. ഇതാണ് കഴിഞ്ഞ 9 ദിവസം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ പത്രം മലയാള മനോരമ കൊടുത്ത തലക്കെട്ട്. കേസിനാധാരം കേട്ടുകേൾവി എന്ന് പറയുന്ന ഈ രീതിയിലാണ് കന്യാസ്ത്രീകളുടെ ഈ ജാമ്യത്തെ കുറിച്ച് മലയാള മനോരമ പറയുന്നത്. ഇനി കേരള കൗമുദി പറയുന്നു കന്യാസ്ത്രീകൾക്ക് മോചനം, ഒഴിയുന്നില്ല കുരുക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കേസിൽ നിന്ന് തലയൂരി പോരാൻ പറ്റില്ല. NIA കോടതിയിലാണ്. ആ ഒരു രീതിയിലാണ് കേരള കൗമുദി ഈ കാര്യം അവതരിപ്പിക്കുന്നത്. ഇനി മാധ്യമം പറയുന്നത് ഒടുവിൽ മോചനം, മോചിപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല, ജാമ്യം കിട്ടിയിട്ടുള്ളൂ. ഒടുവിൽ മോചനം, മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം, NIA കേസ് തുടരും. ഓക്കെ. മാതൃഭൂമി പറയുന്നു കന്യാസ്ത്രീകൾക്ക് 9ാം നാൾ ജാമ്യം, മോചനം. ഒന്ന് നോക്കിയാട്ടെ പത്രങ്ങളുടെ ഒരു ദുസ്ഥിതി. പത്രത്തിന്റെ മെയിൻ സ്റ്റോറിയാണ്. സാനുമാഷ് ഒരു 3 കോളത്തിലാണ്. മഹാസാനു എന്ന് പറഞ്ഞിട്ട് സാനുമാഷിന്റെ മരണ വാർത്ത കൊടുത്തിരിക്കുന്നത് ഒരു 3 കോളത്തിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് എന്തോ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ. കന്യാസ്ത്രീകൾക്ക് 9ാം നാൾ ജാമ്യം, മോചനം. ഇതാ ദേശാഭിമാനി, ജാമ്യം, നീതി അകലെ. ജാമ്യം കിട്ടി, ഇനിയും ഇവർക്ക് നീതി അകലെ. ദേശാഭിമാനിയാണല്ലോ ഇവിടുത്തെ എന്താ പറയാ വിധി കൽപ്പിക്കേണ്ട ആള്. സുപ്രീം കോടതി ജഡ്ജി പറയുന്ന പോലെയാണ് ദേശാഭിമാനി പറയുന്നത്, നീതി അകലെ. അപ്പൊ നീതി തീരുമാനിക്കുന്നത് ദേശാഭിമാനിയാണോ? ഇവരുടെ എന്താ പറയാ ഹൈലൈറ്റ്സുകളാണ്. NIA പ്രത്യേക കോടതിയാണ് ജാമ്യം നൽകിയത്. ആരോപണം അടിസ്ഥാനരഹിതമെന്നും തെളിവില്ലെന്നും അങ്ങനെയൊന്നും കോടതി പറഞ്ഞിട്ടൊന്നുമില്ല. ആരോപണം അടിസ്ഥാനരഹിതം എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കോടതി കേസിന്റെ മെറിറ്റിലേക്ക് പോലും കടന്നിട്ടില്ല. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ശക്തമായി എതിർത്തു. ശരി തന്നെയാണ്. കേസ് NIA അന്വേഷണത്തിലേക്ക് ജയിൽ മോചിതരായ കന്യാസ്ത്രീകളെ സ്വീകരിച്ച് ഇടതുപക്ഷ എംപിമാർ ഇവരെ ഭയങ്കരമായിട്ടാണ് സ്വീകരിച്ചു. ജാമ്യം കർശന വ്യവസ്ഥകളോടെ ബജരംഗ് ദൾകാർക്കെതിരെ കേസില്ല. ബജരംഗ് ദൾക്കെതിരെ എന്ത് കേസ്? ബജരംഗ് ദൾ പ്രവർത്തകർ ഇവർക്കെതിരെ എന്താ പറയാ ബഹളം ഉണ്ടാക്കി.
കൈവച്ചിട്ട് നിന്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞത്ര. അതാണ് ഏറ്റവും വലിയ ബജരംഗ് ദളിനെതിരെ ഇപ്പൊ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ കേസെടുക്കണം. കാരണം ഇവര് കന്യാസ്ത്രീകളോട് ഇവർ പറഞ്ഞത്രേ നിങ്ങളുടെ മുഖത്തടിക്കുന്നു പറയില്ലേ, മുഖത്തടിക്കുന്നു പറയും. മുഖത്തടിച്ചിട്ടില്ലല്ലോ. ഇങ്ങനൊരു നെറികേട് കാണിക്കുമ്പോൾ, ഇങ്ങനൊരു മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനത്തിന് 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇവർ പറയില്ലേ, മുഖത്തടിക്കുമെന്ന് പറയില്ലേ? മുഖത്തടിച്ചെങ്കിൽ പറയാം ഇത് ഒരു ക്രൈമാണ്, കുറ്റമാണെന്ന് പറയാം. ഇത് ബഹളത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈകാരിക പ്രകടനത്തിന്റെ ഇടയിൽ ഇവർ മുദ്രാവാക്യം വിളിക്കും, ഇവർക്കെതിരെ തെറി പറയും. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ ദൃശ്യ മാധ്യമങ്ങൾ കഴിഞ്ഞ 9 ദിവസമായി നടത്തുന്ന നാടകം, പൊറാട്ട് നാടകം, കണ്ണീർ കഥ, ഇതൊക്കെ വായിച്ചിട്ട് ഇതാണ് നമ്മുടെ പത്രങ്ങളുടെ അവസ്ഥ. പത്രങ്ങൾ എന്തിനു കുറ്റം പറയുന്നു? രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ. തൽക്കാലം ഇത്രമാത്രം. ബാക്കി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.